ഗായ്സ് വെൽക്കം പാക്കപ്പ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗായ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ വണ്ടിയിൽ മുമ്പൊരു എന്താ പറയുക ഹാഫ് ത്രോട്ടിൽ ഉണ്ടായിരുന്നു. അത് നമ്മൾ ഊരുമായിട്ട് നമ്മുടെ സനലിൻ്റെ എക്സ്പൾസിൽ കൊടുത്തായിരുന്നു. പക്ഷേ ആ ഒരു സെയിം സാധനം നമ്മൾ എവിടേക്ക് തിരക്കിയിട്ട് നമുക്ക് ആ ഒരു സെയിം പ്രൊഡക്റ്റ് ഇതുവരെയും കിട്ടിയിട്ടില്ല. നമുക്ക് അതിനുശേഷം കിട്ടിയ പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ അത് എന്താ പറയുക ആ എക്സ്പൾസിൽ സ്യൂട്ട് ആവുന്നില്ല, നമ്മുടെ മോജിൽ ഒരു വണ്ടിയിൽ സ്യൂട്ട് ആവാത്ത തരത്തിലുള്ള ഒരു ബെയറിങ്ങുള്ള ത്രോട്ടിലായിരുന്നു അന്ന് കിട്ടിയത്. അത് അവിടെ നമുക്ക് വെച്ചതുമില്ല കേട്ടോ. അപ്പം കുറേ നാൾക്ക് ശേഷം കുറേ അധികം വെയിറ്റിങ്ങിന് ശേഷം ആ ഒരു സെയിം ബ്രാൻഡിൻ്റെ തന്നെ വേറൊരു ത്രോട്ടിൽ നമ്മളെ കയ്യിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങിച്ചത് നമ്മൾ സ്കൈ ബോയ്സ് എന്നുള്ള ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പം അത് ബെയറിങ്ങുള്ള ത്രോട്ടിലല്ല, നോർമൽ ത്രോട്ടിലാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മുടെ വണ്ടിയിൽ അത് കുറച്ചുകൂടെ മാച്ച് ആയിരിക്കും അല്ലെങ്കിൽ സ്യൂട്ട് ആയിരിക്കും എന്ന് തോന്നുന്നു. ആ ഒരു സെയിം കളർ തന്നെയാണ് ആ ഒരു പ്രൊഡക്റ്റ് വരുന്നത്. നമ്മുടെ മുമ്പ് വണ്ടിയിലിരുന്ന ആ ഒരു സെയിം കളറിൽ വരുന്ന പ്രൊഡക്റ്റ് തന്നെയാണ് നമ്മൾ ഇപ്പോഴും കിട്ടിയിരിക്കുന്നത് കേട്ടോ. പക്ഷേ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ബെയറിംഗ് ഇല്ല എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. NCY എന്നാണ് ആ ബ്രാൻഡിൻ്റെ പേര് വരുന്നത്. അപ്പോൾ ആ ഒരു ബ്രാൻഡിൻ്റെ ത്രോട്ടിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല സ്മൂത്തിൽ തന്നെ ത്രോട്ടിൽ കൊടുക്കാൻ പറ്റും. അതായത് അതിനകത്ത് 2 നീഡിൽ ബിയറിംഗ് വരുന്നുണ്ട്. നീഡിൽ ബിയറിംഗ് വരുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഹാൻഡിലിൻ്റെ ഭാഗത്ത് വേറെ പിടുത്തമൊന്നും വരത്തില്ല, ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ആയിക്കോളും. അപ്പം ആ ഒരു പ്രൊഡക്റ്റിന് പകരം നമുക്കൊരു വേറെ പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ടായാലും നമുക്ക് എന്തായാലും അത് വെച്ച് നോക്കാം. അത് വാങ്ങിച്ചിരിക്കുന്നത് സ്കൈ ബോയ്സിൻ്റെ ഷോപ്പിൽ നിന്നാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രോഡക്ട്സ് അവരുടെ പേജിൽ നിന്ന് വാങ്ങിക്കാവുന്നതാണ്. ഇതാണ് അവരുടെ പേജും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വെക്കാം. ഇതാണ് നമ്മുടെ ആ ഒരു ത്രോട്ടിൽ എന്ന് പറയുന്ന കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കിട്ടിയ ത്രോട്ടിൻ്റെ അകത്ത് ഇവിടെയും ഇതിനകത്ത് ബെയറിംഗ് ഉണ്ടായിരുന്നു, നീഡിൽ ബെയറിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം കിട്ടിയത് നീഡിൽ ബെയറിംഗ് ഇല്ല. അതിന് പകരം ഞാൻ ഇട്ട് നോക്കിയ സമയത്ത് അത്യാവശ്യം ലൂസും കാര്യങ്ങളൊക്കെയാണ്, കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു. ഇനി ഇട്ട് നോക്കിയാൽ അതിൻ്റെ കംപ്ലീറ്റ് പെർഫെക്ഷൻ നമുക്ക് അറിയത്തുള്ളൂ കേട്ടോ. അപ്പം ഇത് ഈ സെയിം കളർ തന്നെയാണ് നമ്മൾ മുമ്പും ഇരുന്ന ത്രോട്ടിലിൻ്റെ കളർ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു സെയിം കളർ തന്നെ അവർ ചോദിച്ചാൽ വാങ്ങിച്ചതാണ്. അപ്പോൾ എൻ്റെ ഇരുന്ന ത്രോട്ടിൽ നമ്മുടെ സനലിൻ്റെ എക്സ്പൾസ് വെച്ചൊക്കെയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല റെസ്പോൺസും കാര്യങ്ങളൊക്കെ അതിനകത്ത് കിട്ടുന്നുണ്ട്. ഓഫ് റോഡൊക്കെ പോകുന്നതുകൊണ്ട് അതായിരിക്കും അവന് ബെറ്റർ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ സാധനം അതിനകത്ത് വെച്ചൊക്കെയാണ്. ഇനിയിപ്പോൾ നമ്മൾ വെക്കാൻ പോകുന്നത് ഈ ഒരു ത്രോട്ടിലാണ്. ഇനിയിപ്പം ഈ ഒരു പീസ് കാണിച്ചു തരാം. മൊത്തം CNC ഫിനിഷാണ് കേട്ടോ, മൊത്തം മെറ്റൽ ഫിനിഷാണ് ഈ സാധനം വന്നിരിക്കുന്നത്. NCY എന്നാണ് ഈ ബ്രാൻഡിൻ്റെ പേര് വരുന്നത്. അതേപോലെ ഈ ഒരു സാധനം നമ്മുടെ സ്കൈ ബോയ്സിൻ്റെ പേജിൽ അവൈലബിൾ ആണ്. അവരും ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ത്രോട്ടിൽ. ഇതിനകത്തോ ബെയറിംഗ് ഒന്നും കാണുന്നില്ല, പക്ഷേ നമ്മുടെ മുമ്പ് ഇരുന്നതിൽ ബെയറിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റോക്ക് സാധനം അയച്ചിട്ട് ഈ ഡയറക്റ്റ് ഫിറ്റാണ്, വേറെ കേബിളൊന്നും മാറേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞ് വെച്ച സമയത്ത് ഇനിയിപ്പോൾ ഇത് വെക്കുമ്പോൾ എങ്ങനെ അറിയാൻ വയ്യ, എന്തായാലും വെച്ച് നോക്കും. ഗൈസ് അപ്പോൾ നമ്മുടെ സ്റ്റോക്ക് ത്രോട്ടിൽ ഊരിയിട്ട് നമ്മുടെ ഈ ആഫ്റ്റർ മാർക്ക് ത്രോട്ടിൽ ഇവിടെ ഇട്ടിട്ടുണ്ട്, ഹാഫ് ത്രോട്ടിൽ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ഗ്യാപ്പിലാണ് നമുക്ക് നമ്മുടെ ആ ഒരു കിൽ സ്വിച്ചും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള കുറച്ച് സ്പേസേ അവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. ഇങ്ങനെയാണ് അതിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്ക് സ്റ്റോക്ക് കേബിളിൽ തന്നെ വെക്കാൻ പറ്റുമെന്നാണ് വിശ്വാസം. വെച്ച് നോക്കിയാൽ അറിയത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ത്രോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. സ്റ്റാർട്ടാക്കിയ സമയത്ത് വേറെ പ്രശ്നമോ കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഫേസ് ചെയ്തില്ല. ഇനി നമുക്ക് വാങ്ങിച്ചിട്ട് ഗ്രിപ്പ് ഇതിനകത്തുണ്ട് കേട്ടോ. ഗ്രിപ്പ് ഇതിൻ്റെ കൂടെ വരുന്നില്ല. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചിട്ടാണെങ്കിൽ NCYയുടെ ബ്രാൻഡിങ്ങോട് കൂടി വരുന്ന 2 ഗ്രിപ്പ് അതിൻ്റെ കൂടെ അവൈലബിൾ ആയിരുന്നു. ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ സ്കൈ ബോയ്സിൻ്റെ മെസ്സേജ് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഫിനിഷും ലുക്ക് എന്നൊക്കെ പറയുന്നത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. നിങ്ങൾക്ക് റീലും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ദിവസം ചെക്കൗട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് കംപ്ലീറ്റ് വർക്ക് ചെയ്തെല്ലാം ഈ സ്വിച്ചും കാര്യങ്ങളെല്ലാം വെച്ചതിന് ശേഷം വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് അതിൻ്റെ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വ്യത്യാസമാണ് കാണിച്ചത്. നമ്മുടെ ഈ ഒരു വർക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതായത് ത്രോട്ടിലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ ഹാഫ് ത്രോട്ടിൽ എങ്ങനെയാണെന്ന് നോക്കാം. മുമ്പ് നമുക്ക് ഇത്രയും തിരിക്കണം നോക്കുക. ഇപ്പം ഇത്ര തിരിച്ചാൽ മതി. ഇത്ര തിരിക്കുമ്പോൾ ഫുൾ ത്രോട്ടിലാവും കേട്ടോ. അപ്പം വണ്ടി സ്റ്റാർട്ട് ചെയ്തോ. ക്ലച്ച് ഇതാണ് അതിൻ്റെ ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത്. മറ്റതാണെങ്കിൽ ഒരുപാട് ഇതിൻ്റെ ഒരു 2 റൊട്ടേഷൻ, ഇതിൻ്റെ ഇരട്ടി തിരിച്ചുമ്പോഴാണ് ആ ഒരു ഫുൾ റൊട്ടേഷൻ വരുന്നതെങ്കിൽ ഇതിനകത്താകുമ്പോൾ അതിൻ്റെ ഹാഫ് റൊട്ടേഷൻ മതി. മറ്റേതിൻ്റെ പകുതി തിരിച്ചാൽ മതി, ഇതിനകത്ത് ഫുൾ റൊട്ടേഷൻ ആവുക. ഇത്രേ ഉള്ളൂ കേട്ടോ. മറ്റാണെങ്കിൽ ഇങ്ങനെ പോകും, അടിയിൽ ഇങ്ങനെ തിരിച്ച് പിടിക്കേണ്ടി വരും. നമ്മളിങ്ങനെ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇങ്ങനെ പിടിക്കത്തില്ലേ, അത് കണക്ക് ഇത്രയും പിടിക്കേണ്ട ആവശ്യമില്ല. ഇതിനകത്താവും ഇത്ര പിടിച്ചാൽ മതി, ഫുൾ ത്രോട്ടിലായി. അപ്പം പഴയ ഒരു റെസ്പോൺസിലേക്ക് നമ്മളെ വണ്ടി എത്തിയിട്ടുണ്ട്. നമ്മുടെ ആ ഒരു പെർഫോമൻസ് എയർ ഫിൽറ്ററും ഈ ഒരു ത്രോട്ടിൽ കാര്യങ്ങൾ കാണുന്ന സമയത്ത് ആ ഒരു ലോയിൻ്റെ ആക്സിലറേഷൻ കുറച്ചുകൂടെ കിട്ടും കേട്ടോ. അപ്പോൾ അത്രയും ലാഗ് നമുക്ക് തോന്നിക്കുന്നില്ല. അപ്പം ഇത്രയും തന്നെയുള്ള വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്ത് ശരി. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ലിങ്ക് കാര്യങ്ങൾ താഴെ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്ത്. അപ്പോൾ ഈ തന്നെ ലിസ്റ്റ് വരുന്നതായിരിക്കും. അത്രയായിരിക്കും എല്ലാവർക്കും ഗുഡ് ബൈ.